എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുകയാണ്. അതായത് ജൂൺ 3-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു അഡ്മിഷൻ. അതായത് ഇന്ന് മുതൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ളത് നാളെയും മറ്റന്നാളുമാണ്. അതായത് ജൂൺ 4-ാം തീയതിയും അതുപോലെ തന്നെ ജൂൺ 5-ാം തീയതിയുമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നാളെ തന്നെ പോയിട്ട് അഡ്മിഷനായിട്ട് പോവുക. കാരണം നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് ഒരു ദിവസം കൂടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നാളെ, അതായത് ജൂൺ 4-ാം തീയതി തന്നെ പോയിട്ട് അഡ്മിഷനായിട്ട് പോവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നതിനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ ആരൊക്കെയാണ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ആ ഒരു കാര്യങ്ങൾ നോക്കാം. പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്കിപ്പോൾ ഒരു 10 ഓപ്ഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് 1-ാമത്തെ ഓപ്ഷനല്ല കിട്ടിയിട്ടുള്ളത്. അതായത് ജസ്റ്റ് നിങ്ങൾക്കൊരു 8-ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ 8-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ അതിന് താഴെ എല്ലാവിധ ഓപ്ഷനും റിമൂവ് ആയിട്ടുണ്ടാവും. അതിനുശേഷം അതിന് മുകളിലുള്ള ബാക്കി 1 മുതൽ 7 വരെയുള്ള ഓപ്ഷനുകളാണ് അടുത്ത അലോട്ട്മെൻറ്റിൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 1-ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നിർബന്ധമാണ്. അതുപോലെ തന്നെ 8-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, അതായത് പെർമനൻറ്റ് അഡ്മിഷൻ ആവശ്യമെങ്കിൽ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും, അതായത് 1-ാമത്തെ ഓപ്ഷനല്ല അലോട്ട്മെൻറ്റ് കിട്ടിയത്, 8-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. നിലവിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് വന്ന ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയിട്ട്, അതായത് നാളെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഫീസും എടുത്തിട്ട് പോയാൽ മതി, പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ഇവിടെ ഹയർ ഓപ്ഷൻസ് നിലനിർത്തുന്നത് കൊണ്ട് തന്നെ, അതായത് 1 മുതൽ 7 വരെയുള്ള ഓപ്ഷൻ നിലനിർത്തുന്നത് കൊണ്ട് തന്നെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുകയും നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ, അതായത് ഇപ്പോൾ 1-ാമത്തെ ഓപ്ഷനല്ല കിട്ടിയത്, മറ്റേതെങ്കിലും ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷനിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് നിങ്ങൾ നേടുന്നതെങ്കിൽ കൂടി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തിയതുകൊണ്ട് നിങ്ങളെ പരിഗണിക്കും. അങ്ങനെ പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് പോവുകയും അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള സീറ്റിലേക്ക് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുകയാണെങ്കിൽ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്നും ആപ്ലിക്കേഷനിലെ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഫോം അല്ലെങ്കിൽ സെലക്റ്റീവ് ഓപ്ഷൻ, അത് നിങ്ങൾക്ക് ഏതെങ്കിലും കുറച്ച് ഓപ്ഷൻസ് മാത്രം ഒഴിവാക്കുന്നതിനായിട്ടുള്ള ആ ഒരു അവസരമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങളും നിങ്ങളുടെ പാരൻറ്റും അതിൽ സിഗ്നേച്ചർ ഇട്ട ശേഷം സ്കൂളിൽ കൊടുക്കാവുന്നതാണ്. ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻസ് മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവിധ ഡോക്യുമെൻസും അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ ഫീസും അതുപോലെ PTA ഫണ്ടും കാര്യങ്ങളൊക്കെ അടച്ചുകൊണ്ട് നിങ്ങൾ നേടുന്ന അഡ്മിഷനാണ് പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേത് അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. അലോട്ട്മെൻറ്റ് മെമ്മോ അല്ല, അലോട്ട്മെൻറ്റ് ലെറ്റർ ആണ്. ചിലപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പ് എന്നൊക്കെ പറയും. അത് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുള്ള ലിങ്ക് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ്. ഇത് ഒറിജിനൽ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അത് SSLC റിസൾട്ടിൻ്റെ കോപ്പി മതിയാകും. അപ്പോൾ SSLC റിസൾട്ടിൻ്റെ കോപ്പി നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് വേണ്ടത് TCയും അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റുമാണ്. TCയും സ്വഭാവ സർട്ടിഫിക്കറ്റും ഒറിജിനലാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ TCയും സ്വഭാവ സർട്ടിഫിക്കറ്റും അഡ്മിഷനായിട്ട് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് വല്ല ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്. ഈ ഒരു ബോണസ് പോയിന്റ് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അപേക്ഷയിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ എക്സ്ട്രാ ആയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ബോണസിനുണ്ട്, അതുപോലെ ക്ലബ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളിലായിട്ട്, അതായത് ഈ ഒരു എന്തെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുത്തപ്പോൾ A ഗ്രേഡ് B ഗ്രേഡ് ഇതുപോലെ കിട്ടിയത്, അതുപോലെ തന്നെ LSS USS NMMS NT SC അതുപോലെയുള്ള പരീക്ഷകളിൽ കിട്ടിയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെയൊക്കെ ആ ഒരു ഡീറ്റെയിൽസ് ടൈ ബ്രേക്ക് എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ EWS റിസർവേഷൻ പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ
നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അതുപോലെ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇതിൽ ഏതെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കോപ്പി എന്നിവയാണ് അഡ്മിഷൻ സമയത്ത് വേണ്ടത്. ഇതോടൊപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ ഫീസും PTA ഫണ്ടും PTA ഡൊണേഷനും ആവശ്യമാണ്. അങ്ങനെ ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 1500 രൂപ താഴെയായിട്ട് ഫീസ് വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടുന്ന സ്കൂളിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹയർ ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റദ്ദ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്കിപ്പോൾ നിലവിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന സ്കൂളിൽ തന്നെ ഉള്ള മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറാനാണ് ആഗ്രഹം. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിൽ മറ്റു ഓപ്ഷനുകളിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ അവിടെ പെർമനൻറ്റ് ആ ഒരു സ്കൂളിൽ തന്നെ അഡ്മിഷൻ നേടുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു സെയിം സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റൊരു കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ശേഷം നിങ്ങൾക്ക് അവിടെ ഈ ഒരു ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കാം. അത് ഹയർ ഓപ്ഷൻസിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷൻ നമ്പർ നൽകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളും കൂടി ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹയർ ഓപ്ഷൻസ് അത് നിങ്ങൾക്ക് വേണ്ട സ്കൂളിൽ, അതായത് ആ ഒരു സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കുള്ള ഓപ്ഷൻ ഹയർ ഓപ്ഷൻസ് ആയിട്ട് ഉണ്ടെങ്കിൽ, അത് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലായിട്ടുള്ള ബാക്കിയുള്ള ഓപ്ഷനുകളായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ തന്നെ മറ്റൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ ആണ് നേടുന്നതെങ്കിൽ കൂടി ഹയർ ഓപ്ഷൻ നിലനിർത്തുകയാണെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏകദേശം 1500 രൂപയ്ക്ക് താഴെയായിട്ട് ഫീസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾക്ക് നാളെയും, അതായത് ജൂൺ 4-ാം തീയതിയും അതുപോലെ തന്നെ ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സീറ്റ് നഷ്ടമാകുന്നത് മാത്രമല്ല HSCയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ പുറത്താകുന്നതും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നാളെ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നതിനായിട്ട് ഈ ഒരു നിങ്ങൾ എല്ലാവിധ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനൽ എടുക്കണം. അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ SSLC റിസൾട്ടിൻ്റെ കോപ്പി മതിയാകും. അതുപോലെ ആധാർ കാർഡിൻ്റെയും കോപ്പി മാത്രമാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിൽ ഇന്ന് പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ നാളെ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയാൽ മതി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.